ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. വിജയും സൂര്യയും ഒരുമിച്ച് അഭിനയിച്ച മലയാളി സംവിധായകൻ സിദ്ദിഖ് സംവിധാനം ചെയ്ത സിനിമയാണല്ലോ ഫ്രണ്ട്സ്. നമ്മുടെ മലയാളം ഫ്രണ്ട്സ് സിനിമയുടെ തമിഴ് റീമേക്ക് ആയിട്ടെത്തിയ ഈ ഫ്രണ്ട്സ് ഇപ്പോഴത്തെ റീ റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. നവംബർ 21 തീയതി സിനിമ റീ റിലീസ് ചെയ്യുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം. അപ്പോൾ വിജയും സൂര്യയും വീണ്ടും തിയേറ്റർ സ്ക്രീനുകളിൽ ഒരുമിച്ച് കാണുവാനായിട്ട് കാത്തിരിക്കാം. അജിത് നായകനായി എത്തുന്ന AK-64 എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെ സംവിധായകൻ അദിക് രവിചന്ദർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് ഒക്ടോബറിൽ നിന്നും നവംബറിലേക്ക് നീട്ടിയിരിക്കുകയാണ്. ഇപ്പോഴും സിനിമയുടെ കാസ്റ്റിൽ ലാലേട്ടനുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് ശക്തമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ശ്രീലീലയാണ് സിനിമയിലെ നായിക. മറ്റന്നാൾ ഒക്ടോബർ 23 തീയതി പ്രഭാസിന്റെ ജന്മദിനമാണ്. റിബൽ സ്റ്റാർ പ്രഭാസിന്റെ ജന്മദിനം പ്രമാണിച്ച് നാളെ ഒക്ടോബർ 22 തീയതി പ്രഭാസന നായകനാക്കി ഹനു രാഘവപുടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും ഒപ്പം തന്നെ ടൈറ്റിലും പുറത്തു വരാനായിട്ടൊരുങ്ങുകയാണ്. അപ്പോൾ പ്രഭാസിന്റെ പുതിയ സിനിമയെക്കുറിച്ച് അറിയുവാനായിട്ട് കാത്തിരിക്കാം. പൃഥ്വിരാജിനെ നായകനാക്കി വിപിൻ ദാസ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സന്തോഷ് ട്രോഫി. ഈ ഒക്ടോബറിലെ ആദ്യ ആഴ്ച ചെറിയൊരു ഷെഡ്യൂൾ ഷൂട്ട് സിനിമയുടേതായിട്ട് നടന്നിരുന്നു. ഇപ്പോഴത്തെ അടുത്ത ഷെഡ്യൂൾ നവംബർ മാസം പകുതിയോടെ നടക്കുമെന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. പൃഥ്വിരാജ് അടുത്ത വർഷത്തോടെ മാത്രമേ ജോയിൻ ചെയ്യുകയുള്ളൂ. റോന്ത് എന്ന സിനിമ ഇപ്പോഴത്തെ ആദ്യ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഒരുങ്ങുന്നു. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ പിന്നീട് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായ ഈ നൈറ്റ് പെട്രോളിംഗ് പ്രമേയമാക്കി എത്തിയ സിനിമ നവംബർ 2 തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 4:30 ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. ഇനി അവസാനമായിട്ട് നമ്മുടെ ലാലേട്ടനെ നായകനാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ തിരക്കഥ ശ്യാം പുഷ്കരനാണ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ശ്യാം പുഷ്കരൻ മാത്രമല്ല ദിലീഷ് കൂടി ചേർന്നാണ് സിനിമയുടെ തിരക്കഥ എന്നും അതേസമയം ചിത്രത്തിന്റെ DOPയിൽ ഒരു മാറ്റമുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ ആഷിഖ് അബു സിനിമയ്ക്ക് DOP ക്യാമറ ചലിപ്പിക്കാനായിട്ട് എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഗൗതം ശങ്കർ ആയിരിക്കും സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിക്കുക എന്നാണ് റിപ്പോർട്ട്. ഇതിനിടയിൽ സിനിമയെക്കുറിച്ച് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇതുവരെ ദിലീഷ് ചെയ്യാത്ത ഒരു ജോണറിൽ പെടുത്താവുന്ന സിനിമയായിരിക്കും മോളിവുഡിന് ഈ ലാലേട്ടൻ സിനിമ സമ്മാനിക്കുക എന്നാണ്. ഇനി കാത്തിരിക്കുന്നത് ഈ പ്രോജക്റ്റിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ടാണ്. അടുത്ത വർഷം L365 ശേഷം സിനിമയുടെ ഷൂട്ട് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കുക കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ വാർത്തകൾക്ക്.